എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് കത്തോലിക്ക സഭ പരമോന്നത കോടതിയുടെ ക്ലീൻ ചിറ്റ്. ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും അതിരൂപതയ്ക്കുണ്ടായ നഷ്ടം നികത്താൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നടപടി സ്വീകരിക്കണമെന്നും വത്തിക്കാൻ ഉത്തരവിൽ പറയുന്നു. എറണാകുളത്തെ വൈദികർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സഭാ കോടതിയുടെ അന്തിമ വിധി. വത്തിക്കാൻ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ആശ്വാസകരമാണ് കത്തോലിക്ക സഭ പരമോന്നത കോടതിയുടെ വിധി. ഭൂമി ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിനയച്ച ഉത്തരവിൽ പറയുന്നു. ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. സ്ഥലമിടപാടിൽ ഈടായി ലഭിച്ച കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമി വിറ്റ് നഷ്ടം നികത്തണം. അതല്ലെങ്കിൽ ആ ഭൂമി അതിരൂപതയുടെ വസ്തുവായി കണക്കാക്കാം. നേരത്തെ തന്നെ ഭൂമി ഇടപാടിലെ നഷ്ടം നികത്തണമെന്ന് വത്തിക്കാന്റെ ഉത്തരവുണ്ടായിരുന്നു. അതിനായി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി മാർ ജേക്കബ് മനത്തോടത്തിനെയും പിന്നീട് മാർ ആന്റണി കരിയിലിനെയും വത്തിക്കാൻ നിയമിച്ചിരുന്നു. എന്നാൽ അന്ന് വൈദിക സമിതി ഭൂമി വിൽക്കാനുള്ള നീക്കത്തെ എതിർത്തു. ആലഞ്ചേരി സ്വമേധയാ നഷ്ടം നികത്തണമെന്നായിരുന്നു വിമത വിഭാഗത്തിന്റെ വാദം. ഇതിനായി വൈദികർ പിന്നീട് വത്തിക്കാന് അപ്പീൽ നൽകി. ആ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വത്തിക്കാന്റെ അന്തിമ വിധി വന്നിരിക്കുന്നത്. നഷ്ടം നികത്തേണ്ടത് കർദിനാൾ ആലഞ്ചേരി വ്യക്തിപരമായല്ല, അതിരൂപത ഭരണസമിതി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അപ്പസ്തോലിക് ന്യൂൻഷോ അയച്ച കത്തിൽ പറയുന്നു. അതിരൂപത നേരത്തെ നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സഭാ കോടതിയുടെ നടപടി. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി.